അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഞങ്ങളുടെ ലച്ചുവിൻ്റെ അടുക്കള കാണൽ ചടങ്ങിന് പോവാണേ. പഴക്കൊലയിൽ എണ്ണ എടുത്തു നിങ്ങൾ എത്ര പേരെ കിട്ടണമല്ല അതറിയാൻ ഫ്രണ്ട് വെച്ചിട്ടുണ്ട്. ആ പഴക്കൊല നിങ്ങൾ എന്തിനാന്ന് വിചാരിച്ചോ? ബാ കാണിച്ചു തരാം. ഇതാണ് അടുക്കള കാണൽ ചടങ്ങ്. ഇത് ഞങ്ങൾ എറണാകുളം സൈഡിലേക്കുള്ളവർ ഇതിന് അടുക്കള കാണൽ ചടങ്ങ് എന്നാണ് പറയണത്. അതായത് കല്യാണം കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ പെണ്ണിൻ്റെ വീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു ചടങ്ങാണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് കൂട്ടം പലഹാരങ്ങൾ, അപ്പം ഞങ്ങൾ ഇവിടുന്ന് 9 കൂട്ടം പലഹാരങ്ങളാട്ടോ കൊണ്ടുപോയത്. കുറച്ചധികം പലഹാരങ്ങളും പിന്നെ നമുക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കണമെങ്കിൽ ഈ അവസരത്തിൽ അങ്ങ് മേടിച്ച് കൊടുക്കാമെന്നേ. അപ്പോൾ അതാണ് ഈ ചടങ്ങ് സത്യം പറഞ്ഞാൽ. നിങ്ങളുടെ ഏരിയയിൽ ഇതിന് എന്താ പറയണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതോ അവർ കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് സ്നാക്സ് ഇതൊക്കെ കൊണ്ടുവച്ച് പിന്നെ ആദ്യത്തെ ഒരു ചാട കാണിക്കാൻ ഞങ്ങളൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും പിന്നീട് ഞങ്ങൾ എടുത്തു. അപ്പോൾ ആദ്രേശി എന്നോട് പറഞ്ഞ് എടി കൂടുതൽ എടുക്കണ്ട, എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന്, കാരണം ലഞ്ചുണ്ടല്ലോ. പിന്നെ ലച്ചു വന്ന് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചുമ്മാ ചില്ലടിച്ച് ഓരോന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുമായിരുന്നു. അമ്മച്ചിയും അനുവും എല്ലാവരും ഉണ്ട് കേട്ടോ, ആതിരേശി ഉണ്ണി. അങ്ങനത്തെ ഈ കാണുന്ന അലമാരിയില്ലേ, ഈ അലമാരി കേട്ടോ ഞങ്ങൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണത്. ഇവരുടെ എല്ലാവരും കൂടെ തൂക്കിക്കൊണ്ട് പറഞ്ഞ ഈ അലമാരി ഉണ്ടോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥയിലെ നായകൻ. ഇവർ കഷ്ടപ്പെട്ട് ചുമക്കുന്ന അവരുടെ റൂമിലേട്ടാട്ടോ. ഇതാ നോക്കി, ആ ചേട്ടൻ എത്ര കഷ്ടപ്പെട്ടാൽ ചുമക്കണമെന്ന് നോക്കി. ആ ചില്ലി കൂടെ ഞങ്ങളെ കാണാവോ? ഇല്ല ഞങ്ങൾ ഈ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ ഇങ്ങനെ നോക്കിക്കാൻ എന്താ രസം. അങ്ങനെ ഈ അലമാരി റൂമിലേക്ക് പോവാണ്. റൂമിലെത്തി അവൾ തുറന്നു. ഇനാഗറേഷനും കഴിഞ്ഞു. തുറന്ന് എല്ലാവരും കുഞ്ഞമ്മ പോയി നോക്കുന്നു. എല്ലാവരും പോയി അലമാരി നോക്കി കാണുക കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനായിട്ട് അമ്മ കുറച്ച് സാധനങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ചേട്ടൻ അതിൻ്റെ ഉള്ളിൽ അവർക്കുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടോ, കുറച്ച് പൈസയും, അതായത് നമ്മളൊരു 1100 രൂപയും കുറച്ച് എന്തെങ്കിലും നമ്മളുടെ എന്തെങ്കിലും ഗിഫ്റ്റായിട്ടുള്ള ഇതും പിന്നെ താക്കോലും കൊടുത്തു. സംഗതി ശുഭം. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താ? യെസ്, ആദ്യം വന്നപ്പോൾ നമ്മൾ കണ്ട ആ കസേര ഇട്ടിരിക്കുന്ന അതേ പന്തൽ, യെസ് അവിടെ എത്തി. ബിരിയാണി വന്നു. പിന്നെ ഞങ്ങൾ ഓരോന്നും പറഞ്ഞ് ബിരിയാണി കഴിക്കാൻ തുടങ്ങി. ഇതാണല്ലോ നമ്മുടെ മെയിൻ ഫോക്കസ്. എല്ലാം കഴിഞ്ഞതേ സംഗതി സെറ്റ്. അവസാനം ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചപ്പോൾ ശുഭം. ഇപ്പോൾ വിളമ്പിക്കൊണ്ടിരുന്നില്ലേ, അതാട്ടോ കിരൺ, എൻ്റെ പുതിയ അനിയൻ. അങ്ങനെ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഇനി അടുത്ത് നമുക്ക് ഓണത്തിന് കാണാം, ബൈ ചേട്ടാനൊക്കെ പറഞ്ഞ് പോവാം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.